എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമികയ്ക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നന്ദു അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എനിക്കിഷ്ടമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്തിനാ അവളെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? നമ്മൾ തമ്മിലുണ്ടാകുന്ന മെയിൻ പ്രശ്നം, നമ്മൾ തമ്മിലുള്ള ചേർച്ചയ്ക്കേടിൻ്റെ മെയിൻ കാരണം അവളാണ് എന്ന് അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന സ്ഥിതിക്ക് അവളെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവർ വന്നത് അവർ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉറപ്പിച്ചു പറഞ്ഞായിരുന്നു നന്ദുവിനെയും കൊണ്ടേ വരാവുള്ളൂ എന്ന്, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത്. ഈ വീട്ടിൽ കാരണന്മാർ പറയുന്നത് എല്ലാവരും കേൾക്കും, ആ രീതിയിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, എന്ത് കാരണന്മാർ? അവരെയൊക്കെ പറഞ്ഞ് മയക്കി വെച്ചേക്കുവാണ് നിൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന അവള്. ഇനിയിപ്പം എൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ അമ്മായിമ്മയും നിൻ്റെ വല്യമ്മയൊക്കെ ഉള്ളൂ, അവരെ കൂടി പറഞ്ഞ് മയക്കും അവള്, അതുകൂട്ടൊരു സാധനമാണ് അവള് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്കും ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ദേവേനിക്ക് വയറ് നിറയും. ദേവേനി അങ്ങോട്ട് പോകും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഈ വീടിൻ്റെ അകത്ത് വന്നതിന് ശേഷം വഴക്കില്ലാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിനക്കൊന്നും മര്യാദയ്ക്കിരുന്ന എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ വഴക്കുണ്ടാക്കണ്ട, സ്നേഹത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം, നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ലടി നിന്നെ ഞാൻ സ്നേഹിക്കത്തില്ല, എൻ്റെ ഏട്ടത്തിയെ വെറുക്കുന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയത്തില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടത്തി സ്നേഹിക്കാത്തതുകൊണ്ടല്ല, നിൻ്റെ ഏട്ടത്തിയുടെ അനീതി ഉണ്ടല്ലോ അവളെ ഞാൻ വെറുക്കുന്നുണ്ട്, അത് നിനക്കിഷ്ടമല്ല, അതല്ലേ കാരണം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിയിരിക്കുമോ, ആ ചിന്തയൊന്നും മാറ്റാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ദേഷ്യം വന്ന് നിൽക്കുവാണ് അനാമിക. പിന്നെ കാണിക്കുന്ന ഗോവിന്ദനും കനകയും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക കേട്ടോ. അന്തിക്ക് അങ്ങോട്ട് ആദർശും നയനയും വരും. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. അന്നേരം ദേവയാനിക്ക് ടെൻഷൻ, ഇനി നയനെങ്ങാനും അവർ കൂട്ടിക്കൊണ്ട് പോവുക, കനക വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുമെന്നൊരു ടെൻഷൻ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തടയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്താണ് ദേവയാനി നിൽക്കുന്നത്. അന്നേരം എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോന് ഒട്ടും മോളെ കാണാതിരിക്കാൻ മേല എന്നൊക്കെ പറഞ്ഞു അമ്മ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോളെ 2 ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയേനെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആദർശ് പറയും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, 2-3 ദിവസം കണ്ടില്ലെന്നോർത്ത് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരാമല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്കും ദേവേനി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥിതിക്ക് പോകണ്ട എന്ന് ദേവയാനി പറയൂ കേട്ടോ. അന്നേരം നയനയും പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാനിപ്പോൾ വരുന്നില്ല എന്ന് നയനയും പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല എന്ന് കനക പറയും. അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് വരും. അപ്പം നവ്യയുടെ അടുത്തോട്ട് ചെന്നിട്ട് കനക പറയുന്നുണ്ട്, മോളെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നുവാണെങ്കിൽ അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഗോവിന്ദേൻ്റെ കയ്യിൽ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിടാട്ടോ എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേവേന പറയും, അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ വീട്ടിൽ ആൾക്കാരുണ്ട് എന്ന് ദേവേന പറയും. ഏതായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങുവാണ്. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വയ്യാതാവുമ്പോഴും ഒക്കെ പെട്ടെന്ന് അങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അമ്മ ഉൾപ്പെടെ ഇവിടെയുള്ള പലർക്കും അവളെ ഇഷ്ടമില്ലല്ലോ, അപ്പം ഇടയ്ക്ക് അവിടെ പോയി നിൽക്കുന്നത് നല്ലതല്ലേ, അവൾക്കങ്ങനെ ഇത്തിരി സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, അല്ലാതെ തോന്നുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ അതൊന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ അവളുടെ വീട്ടിലോട്ട് ഇടയ്ക്ക് പറഞ്ഞു വിടുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ആ മനസ്സിലായി അമ്മയെന്ന് ആദർശ് പറയും. എന്നിട്ട് ദേവേനെ അകത്തേക്ക് പോകുമ്പോൾ ആദർശിന് ചെറിയ സംശയമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ദേവേനയുടെ ഈ പെരുമാറ്റത്തിൽ. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശനൊരു സംശയം, ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ വേണ്ടി അഭിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അഭി അഭിനയിച്ചതാണ് ചൊറിയുന്നത് എന്ന് മുത്തശ്ശനൊരു സംശയം. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി, അവൻ ചുമ്മാ ഡാൻസ് കളിക്കുന്ന പോലെ കിടന്ന് കാണിക്കുമായിരുന്നു ചൊറിയുവാന്ന് പറഞ്ഞാൽ, ഇനിയൊന്ന് പോയി നോക്കണം, ദേഹത്ത് തടുപ്പ് വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, അങ്ങനെ പെട്ടെന്നൊരു ചൊറിച്ചിൽ വന്നുവെങ്കിൽ അവർക്ക് കൊടുത്ത ആ ജ്യൂസിൻ്റെ അകത്ത് എന്തെങ്കിലും കലക്കി കാണും. നീ മുത്തശ്ശിയുടെ ചോദിക്കുകയാണ്, നീ ശ്രദ്ധിച്ചായിരുന്നോ, മോൾക്ക് കൊടുത്ത ജ്യൂസ് മോള് കുടിച്ചില്ല, അത് അബിക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് 2ാമത്തെ ഗ്ലാസ്സാണ് മോള് കുടിച്ചത്, മോൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിക്കും മോൾക്ക് എല്ലാ കാര്യത്തിനും അവരെ പേടിയാണ്, സംശയമാണ്, അത് മോൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അബിയുടെ സ്വഭാവത്തിന് പണ്ടേ ആ കൊച്ച് അതിൻ്റെ വീട്ടിൽ പോയേനെ, ഏതായാലും അതിങ്ങോട്ട് കയറി വന്നപ്പോൾ അതിന് പല ചീത്ത സ്വഭാവങ്ങളും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും അതിപ്പോൾ നന്നായി,
അത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെട്ട് സഹകരിച്ചു പോകാനാണ് അവളിപ്പോൾ ശ്രമിക്കുന്നത്. ഒരു മാറ്റവും വരാത്ത അഭിക്കാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന് ഈ ജന്മം മാറ്റം വരികയില്ല. മാറ്റം വരണമെങ്കിൽ അവൻ്റെ അമ്മ നന്നാവണം. അമ്മയിൽ നിന്നാണല്ലോ അവന് ഈ സ്വഭാവങ്ങളെല്ലാം കിട്ടിയത് എന്ന് പറയും. അന്നേരം മുത്തശ്ശിക്ക് സങ്കടം. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും വിചാരിച്ചില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാ കാലവും നല്ല രീതിയിൽ പോകാൻ ഈശ്വരന്മാർ സമ്മതിക്കത്തില്ല. ഇതുപോലെ ചെറിയ ചെറിയ കാലക്കേടൊക്കെ വരും. പിന്നെ കാരണവന്മാരുടെ പുണ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് എൻ്റെ അസുഖം പൂർണ്ണമായും മാറിയത്. വീട്ടിലുള്ളവരെ അറിയിക്കേണ്ട എന്നും പറഞ്ഞത്. കാരണം എൻ്റെ അസുഖത്തിൻ്റെ പേരിലെങ്കിലും മനസ്സുകൊണ്ട് പേടിച്ച് കുറച്ച് പേരെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മരണം ആഗ്രഹിക്കുന്നവർ ഈ വീട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല ഇപ്പം നന്ദുവിൻ്റെ തന്നെ കാര്യം എടുക്കുക. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് വാശി പിടിച്ച് ഞാനും താനും ഒക്കെയല്ലേ. അത് ഇഷ്ടമല്ലായിരുന്നല്ലോ ജാനകിക്കും അനാമികയ്ക്കും ഒന്നും. അപ്പം അവരൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണ്, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ് ജാനകിയും അഭിയും. അതിൻ്റെ കൂടെയാണ് ഒരു ഇളയ മരുമകൾ ഇങ്ങോട്ട് കയറി വന്നത്. ശരിക്കും അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പൊങ്ങച്ചവും ഇതുപോലത്തെ ദുശാഠ്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച മനുഷ്യരാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയും, അതൊക്കെ അങ്ങനെ അങ്ങ് നടക്കും. ഏതായാലും നവ്യമുള്ള 5 മാസത്തെ ചടങ്ങ് നടന്നു. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നയനയുടെയും ആദർശിൻ്റെയും കൂടെ 5 മാസ ചടങ്ങ്, അവരുടെ ചടങ്ങ് കൂടെ നടത്താൻ നമുക്ക് സാധിക്കണം. അവരുടെ കുഞ്ഞിനെയും ഒന്ന് ലാളിക്കാൻ സാധിക്കണം. അതിനി എന്നാണാവോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ്. ഇനിയിപ്പം നമ്മൾ പിരിക്കാൻ നോക്കിയാൽ പോലും അവർ പിരിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇനി പെട്ടെന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി സാരിയുടെ ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞില്ല. ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോൾ അങ്ങോട്ട് ജാനകിയും ജലജയും കൂടെ വരും. അന്നേരം അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ സാരി നല്ല ഭംഗിയുണ്ടല്ലേ, ആദർശം മേടിച്ച് തന്നതാ എന്നിങ്ങനെ പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഏട്ടത്തിക്ക് സാരിയുടെ സൗന്ദര്യവും മുഖസൗന്ദര്യവും ഒക്കെ നോക്കാനാണ് കൂടുതൽ താല്പര്യം. ഒരു അസുഖം കഴിഞ്ഞ് വന്നത്തേക്കും മുഖസൗന്ദര്യം ഒക്കെ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. ഏറ്റവും കൂടുതൽ ചുറുചുറുക്ക് ഈ വീട്ടിലുള്ളത് ഇപ്പോൾ ഏട്ടത്തിക്ക് തന്നെയാണ് എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റി വല്ലതും നിന്നോട് ചോദിച്ചോ? ഞാൻ സാരിയെ പറ്റിയല്ലേ ചോദിച്ചോളൂ എന്നിങ്ങനെ പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇന്നിപ്പം നവ്യയുടെ 5 മാസത്തെ ചടങ്ങ് നടന്നു. അന്നേരം അച്ഛനും അമ്മയും കൂടെ പറഞ്ഞ എന്താണെന്ന് കേട്ടായിരുന്നോ? എത്രയും പെട്ടെന്ന് നയനയുടെയും ആദർശിൻ്റെയും ചടങ്ങ് കൂടെ നമുക്ക് നടത്തണമെന്ന്. അതിന് നമ്മളങ്ങ് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതിപ്പം അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകൻ ആദർശാണ്. അവൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം കാണുമല്ലോ. പിന്നെ അതേ ആഗ്രഹം എനിക്ക് ഇപ്പം ചെറുതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും രണ്ടെണ്ണത്തിൻ്റെ മുഖം അങ്ങ് മങ്ങുവേ. എന്നിട്ട് അതിൻ്റെ കൂടെ ദേവേനി പറയുവാണ്, പിന്നെ മരുമകൾ അവളാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയ്ക്കും അവളെ ഭയങ്കര കാര്യമാണ്. അതുപോലെ ആദർശന് ഇനി അവളില്ലാതെ മുന്നോട്ടൊരു ജീവിതം കാണിയല്ല. അതുപോലെ അവളെ ഇഷ്ടമാണ്. ആ സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ അകത്ത് പോയി എതിർത്തിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. എന്തെങ്കിലും ജലജ, ഒരസുഖം വന്നു എന്ന് കരുതി ആരെങ്കിലും ഇങ്ങനെ മാറിപ്പോയി, ഏട്ടത്തി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകി, പിന്നെ അല്ലാണ്ട് എനിക്ക് ഇന്നാളെ ജോണ്ടീസ് വന്ന് ഒരുപാട് സീരിയസ് ആയില്ലായിരുന്നു, അന്നേരം എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതിന് നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല എന്ന് ആരാ പറഞ്ഞത്? നയന ഈ വീട്ടിലോട്ട് വന്ന സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീയായിരുന്നു. അന്ന് അവളെ എതിർക്കുന്ന എന്നോട് എത്ര തവണ നീ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിൻ്റെ മരുമകൾ വന്നപ്പോൾ നീ അങ്ങ് മാറിയില്ലേ? ശരിക്കും മാറി. അതൊരു മാറ്റമല്ലേ എന്ന് ദേവയാനി ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ശരിയാ, ആ കാര്യത്തിൽ നീ നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരവും ജാനകിക്ക് ടെൻഷൻ, നയനെ ഗർഭിണിയായാലോ എന്ന് ഓർത്താ. അന്നേരം പിന്നെയും പറയുന്നുണ്ട്, ഏതായാലും അവളുമാരെ ഇങ്ങനെ ഇവിടെ നിർത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ, ഈ കാര്യം ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? അന്നേ കൂടെ നിൽക്കുമായിരുന്നു, പണ്ടേ രണ്ടെണ്ണത്തിനെ അടിച്ച് പുറത്താക്കാൻ പറ്റുമായിരുന്നല്ലോ നമുക്ക് ഒരുമിച്ച് നിന്നാൽ എന്ന് ജലജ പറയും. അന്നേരം ദേവേനി പറയും, ഇനി അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഞാനായിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ സാധിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എന്നോട് അവർക്ക് ദേഷ്യം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി മുന്നോട്ട് പോകണമെന്ന് പുരോഹിതൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിനുമില്ല. ഏതായാലും എല്ലാവരുടെയും നന്മയും സന്തോഷമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ദേവയാനി പറയും. അന്നേരം ഇനി ദേവയാനിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നു, രണ്ടുപേരൂടെ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാം.
പിന്നെ കാണിക്കുന്ന അഭിയും ജലജയാണ്. അഭിക്ക് ഇതുവരെ ചൊറിച്ചിൽ മാറിയിട്ടില്ല. അന്നേരം എന്തെങ്കിലും ഓയിൽമെൻ്റ് ഉണ്ടെങ്കിൽ പരട്ടി താമേ, എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, നീ അല്ലാണ്ട് ആരെങ്കിലും ആ ജ്യൂസ് എടുത്ത് കുടിക്കുമായിരുന്നോ, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ എന്ന് പറയും. അന്നേരം നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു, ഞാൻ എങ്ങനെ അറിയാനാ എന്ന് അഭി തിരിച്ചും ചോദിക്കും. അന്നേരമാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. നവ്യ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കോട്ട് ഇത് കേൾക്കാൻ വേണ്ടി. അന്നേരം ജലജ പറയുന്നുണ്ട്, പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിപ്പോകുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. നീ ഓർത്ത് നോക്കി, ഇന്നാൾ ആ പാലിനകത്ത് വിഷം കലർത്തിയത് അത് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അനാമികയും അനാമികയുടെ അമ്മയും കൂടി കലക്കി വെച്ചത്. അത് കറക്റ്റായിട്ട് പോയി എടുത്തു കുടിച്ചത് ഏട്ടത്തി. അതുകൊണ്ടല്ലേ ഏട്ടത്തി മരിക്കാറാകുന്ന അവസ്ഥ വരെ എത്തിയത്. ഏതായാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് അവളുമാരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുവാണ്. അന്നേരം ഇത് കേൾക്കുന്ന നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവും കേട്ടോ. അന്നേരം അതിൻ്റെ കൂടെ ജലജ പറയുവാണ്, അവളുമാർക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ. ശരിക്കും നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവളുമാർ ചെയ്ത ആ കാര്യമാണ് നേരെ തിരിച്ചടിച്ചത്. അത് ഏട്ടത്തി എടുത്തു കുടിച്ചു. അസുഖം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന ഏട്ടത്തിക്കാണെങ്കിൽ ഇപ്പം ആകെപ്പാടെ എല്ലാവരോടും ഒരു സ്നേഹവും ഒക്കെയാണ്, പ്രത്യേകിച്ച് അവളുമാരോട്. അതുകൊണ്ടും നേട്ടമുണ്ടായത് അവൾക്കും അവളുടെ വീട്ടുകാർക്കുമാണ്. ഇതാ ഞാൻ പറഞ്ഞ മുടിഞ്ഞ ഭാഗ്യമാണ് രണ്ടെണ്ണത്തിനും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുവാണ്. എന്നിട്ട് പറയുക, ഇനിയും വൈകിപ്പോയിട്ടൊന്നുമില്ല, അനാമികയും അനാമികയുടെ അമ്മയും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അവരുടെ കൂടെ നമ്മൾ കൂടാതെ മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ തന്നെ തമ്മിൽ തല്ലി തീർന്നോളും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നത് ഫുള്ള് നവ്യ കേൾക്കും. നവ്യയ്ക്ക് അന്നേരം നല്ല ദേഷ്യം വന്നുണ്ട്. നവ്യ അവിടെ നിന്ന് നേരെ പോകുന്നത് അനാമികയുടെ അടുത്തോട്ടാണ്. എടി എന്ന് വിളിച്ചുകൊണ്ട് ഇരുന്നേക്കും അനാമികയും ദേഷ്യം വന്ന് നിൽക്കും കേട്ടോ. അന്നേരം ചോദിക്കും, എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വന്ന് നിനക്ക് ഇന്ന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ ഇഷ്ടപ്പെട്ടില്ല, അതിനെന്താ സംശയം എന്ന് ചോദിക്കും. അന്നേരം നവ്യ പിന്നെയും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണോ നീ ജ്യൂസിൻ്റെ അകത്ത് എന്തോ പൊടി കലർത്തി തന്നത്. ഏതായാലും എനിക്ക് നല്ല സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ജ്യൂസ് അഭിക്ക് കൊടുത്തത്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടല്ലോ, അത് ഞാൻ കുടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പൊളഞ്ഞേനെ. അതിന് വേണ്ടിയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ദേ അനാവശ്യം പറയരുത്, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ അനാവശ്യം പറയുമല്ല, ഇനി ചെയ്യാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അനാമികയുടെ കർണത്തിട്ട് ഒരെണ്ണം കൊടുക്കും. അന്തേക്കും കാരണം പൊത്തിപ്പിടിച്ചുകൊണ്ട്, നീ എന്നെ തല്ലിയോടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2-3 കൊടുക്കും. അന്തേക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് അനാമികയ്ക്ക്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ, നീ ഒരു കാര്യം ഓർത്തോ, ഇതൊന്നും ഞാൻ സഹിക്കത്തില്ല. ഇനി ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇതിൽ ആരെങ്കിലും ഒരാൾ ഈ വീട്ടിൽ മതി, അത് ഞാൻ തീരുമാനമാക്കി തരാം എന്നിങ്ങനെ അനാമിക പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നവ്യ കയ്യെ പിടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, നീ പോയി പറയുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി അറിഞ്ഞിട്ട് പോക്കോ. എല്ലാം അറിഞ്ഞടി, നീ ഇതിനു മുമ്പ് നീയും നിൻ്റെ അമ്മയും കൂടി പാലിനകത്ത് വിഷം കലർത്തി വെച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി. പക്ഷേ അത് എടുത്തു കുടിച്ചത് വല്യമ്മയായി പോയി. ആ അവസ്ഥ എനിക്കാണ് വന്നതെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ കുഞ്ഞും പോയേനെ, ചിലപ്പോൾ ഞാനും പോയേനെ, അല്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ആശ്രയത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയേനെ. അതിന് വേണ്ടി അല്ലടി നീയൊക്കെ അത് ചെയ്തതെന്ന് ചോദിക്കും. അന്തേക്കും അനാമിക, ഇല്ല, ഞാനത് ചെയ്തൊന്നുമല്ല, ഇതെന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന കളിയാണ് എന്ന് പറയും. അന്നേരം നവ്യ ഒരു അടിയും കൊടുക്കും, പിന്നെ ഒരു തള്ളും കൊടുക്കും പിടിച്ച്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടടി, ആരുടെ വായിൽ നിന്നാണോ കേൾക്കേണ്ടത് അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യം എൻ്റെ തലയിൽ എടുത്തിടരുത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് പോലീസ് കേസ് ആകട്ടെ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ. ഈ വീട്ടിൽ പോലീസ് കയറുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആരും കേസ് കൊടുക്കാതിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ ആരെതിർത്താലും ഞാൻ ഇത് പോലീസ് കേസാക്കാൻ പോവാണ്. അന്നേരം അറിയാലോ ഇത് ആരാ ചെയ്തതെന്ന് അറിയാലോ എന്ന് പറയും. അന്തേക്കും അനാമികയ്ക്ക് ആകെ ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. അന്നേരം അനാമിക പറയും, ഇല്ല, ഞാൻ ഇതൊന്നും ചെയ്തതല്ല, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീയും നിൻ്റെ വീട്ടുകാരോട് മെനഞ്ഞെടുത്ത കഥയല്ലേ ഇത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയാം, അങ്ങനെയാണെങ്കിൽ നീ ഇത് പോയി പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഏതായാലും 2 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടവളാണ്, അത് കുറച്ച് നേരത്തെ ആയി എന്ന് ഞാൻ അങ്ങ് ഓർത്തോളാം. പിന്നെ നീ ഒരു കാര്യം ഓർക്കണം, ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ നെല്ലിപ്പലക കണ്ടിട്ടേ ഞാൻ നിർത്തുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും, അന്വേഷിപ്പിക്കും. പാലിൽ വിഷം ചേർത്തതും അതുപോലെ അമ്മായി തന്ന ഒരു സ്വർണം ഇവിടുന്ന് കാണാതെ പോയല്ലോ, അതിനെക്കുറിച്ച് എല്ലാം ഞാൻ ചെകഞ്ഞെടുപ്പിക്കും എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്ന് കയറിയത് ഒരുപാട് സ്വർണം കൊണ്ടാണെന്നും കണ്ണായ സ്ഥലത്ത് നിൻ്റെ വീട്ടുകാർ സ്ഥലം മേടിച്ച് തന്നെന്നും കാറ് തന്നെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അതിൻ്റെ പുറകെയൊന്നും ഞാൻ ചെകഞ്ഞു പോകുന്നില്ല. ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നത് നേരായ വഴിയൊന്നുമല്ല, അതുപോലെ തന്നെയാണ് നീയും വന്നതെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ശരി. പിന്നെ ഏതായാലും ഈ വീടിൻ്റെ അകത്ത് നീ വന്ന് കയറി സ്ഥിതിക്ക് ഇനി
മര്യാദയ്ക്ക് ജീവിച്ചോണം, അല്ലെങ്കിൽ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് പറയുവാണ് ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഒരു കലക്കങ്ങ് കലക്കിയിട്ട് പോകും. ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അനാമിക. നവ്യ അങ്ങ് പോയി കഴിയുമ്പോൾ അനാമിക ഓർക്കും അവൾ എന്നെ തലങ്ങും വിലങ്ങും തല്ലി, ഇനിയിപ്പോൾ ഇതിന് വല്ല പരാതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിടിവിട്ട ഒരു കേസാണ്, മൊത്തം അവൾ കുളവാക്കും എന്ന് ഇങ്ങനെ മനസ്സിലോർത്ത് പേടിച്ച് നിൽക്കുവാണ് അനാമിക. പിന്നീട് നവ്യ ഈ കാര്യം നയനയോട് പറയുവാണ്. നയനെ റൂമിൽ കൊണ്ട് വാതിൽ അടച്ചതിന് ശേഷമാണ് പറയുന്നത്, നയന് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, വല്യമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് അവളും അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചേച്ചി അറിഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട് ഞാൻ കേട്ടു, എൻ്റെ അമ്മായിമ്മയും ഭർത്താവോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഞെട്ടി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്